നമസ്കാരം. ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് എന്തുകൊണ്ട് ഇടതുപക്ഷം തോറ്റു? ഇപ്പോൾ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് മുന്നേ, അതായത് ഇ.കെ. നായനാർ എന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് കൊടുത്തൊരു അഭിമുഖത്തിൽ അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷം പാർട്ടി പരാജയപ്പെട്ടു. ഏതുപോലെ? ജനങ്ങൾക്ക് സാമ്പത്തികമായ നിരവധി സഹായങ്ങൾ, കർഷക തൊഴിലാളികൾക്കുൾപ്പെടെ ക്ഷേമ പെൻഷനുകൾ കൊടുത്തതിന് ശേഷം പരാജയപ്പെട്ടതിനെ സംബന്ധിച്ച് ജോൺ ബ്രിട്ടാസിന് അനുവദിച്ച ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ചേർത്ത് നിൽക്കുമ്പോഴും ഇന്നത്തെ പരാജയം സംഭവിച്ചിരിക്കുന്നതും ആ നിലയ്ക്ക് തന്നെയാണ്. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിന് ശേഷം, അന്നത്തെ പരാജയത്തിന് ശേഷം ഇ.കെ. നായനാർ വിശദീകരിക്കുന്നതാണ്. അത് ഇന്നത്തെ നേതൃത്വം കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോഴും അത് ഇന്നത്തെ നേതാക്കൾ കൂടി കേൾക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ചോദ്യം എന്നോട് ചോദിക്കാം, ഇത്രയധികം ഗുണം ചെയ്തിട്ട് നിങ്ങൾ എന്താ തോറ്റത്? എനിക്കറിയാം ഇതൊക്കെ ചോദിക്കുന്നു കേട്ടോ. അതിന് കാരണമുണ്ട്, എന്താ അറിയാം. അപ്പോൾ ഈ ഇന്റർനാഷണലി സ്റ്റോറി അല്ല സയൻസ്, ഇപ്പോൾ മാർക്സിസം എന്താണ് ഈ സൊസൈറ്റിയെ പറ്റി പറഞ്ഞത്, അത് നീ പഠിക്കാൻ എനിക്ക് കുഴപ്പമില്ല. കേട്ടല്ലോ, വികസനവും ജനക്ഷേമ പ്രവർത്തനങ്ങളും നടത്തിയിട്ട് എന്തുകൊണ്ട് ഇടതുപക്ഷം തോറ്റു എന്ന് പറയുന്നിടത്താണ് ആ മറുപടി കൂടുതൽ പ്രസക്തമാകുന്നത്. ജനങ്ങൾക്ക് വികസനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾ എത്തിച്ചു കൊടുത്തതിന് ശേഷം അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം എക്കണോമിയെ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ എന്ന കാര്യത്തിൽ പറയുമ്പോൾ, ഫിലോസഫിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടും ജനങ്ങളോട് അതിനെ സംബന്ധിച്ച് സംവദിക്കാനോ അത്തരം കാര്യങ്ങളിൽ പാർട്ടിപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്താനോ ഇടതുപക്ഷത്തിന് കഴിയാതെ പോയി എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ചെയ്ത പ്രവർത്തനങ്ങൾ ഇതൊക്കെ തന്നെയാണ്. സംഘടനാപരമായിട്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ കുറഞ്ഞു എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അതായത് പിണറായി സർക്കാർ അധികാരത്തിലേറ്റതിന് ശേഷം മന്ത്രിമാരുടെ ഓഫീസിൽ പാർട്ടി പ്രവർത്തകർക്കുള്ള പ്രവേശനം നിഷേധിച്ചു. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പാർട്ടി പ്രവർത്തകരെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഗുണം കിട്ടാത്ത അവസ്ഥ വരുന്നു. അങ്ങനെ താഴേക്കിടയിലെ പാർട്ടി പ്രവർത്തകരും ജനങ്ങളുമായിട്ട് അകലുന്ന ഒരു ഘട്ടത്തിൽ എത്തിയത് കൊണ്ടാണ് ഈ ചെയ്ത പ്രവർത്തനങ്ങളൊന്നും ഒരിക്കലും വോട്ടായി മാറാതെ പോയത് എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ആനുകൂല്യങ്ങൾ കിട്ടിയെങ്കിലും മതപരമായിട്ടും രാഷ്ട്രീയ ബോധമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ ഭിന്നിപ്പിക്കാനായിട്ട് എതിർപക്ഷത്തുള്ളവർക്ക് വളരെ പെട്ടെന്ന് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ അവർ കേന്ദ്രീകരിച്ചത് ഈ സർക്കാരിനെ നിലനിർത്തുന്ന മുഖമായിട്ടുള്ള പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യുക, ആ പിണറായി വിജയനെ കേന്ദ്രീകരിച്ച് നിരന്തരം വാർത്തകൾ കൊടുത്തും അവമതിപ്പുണ്ടാക്കിയും അയാളിൽ ഉണ്ടായിരുന്ന ജനകീയ ഇമ്പാക്റ്റിനെ ഇടിക്കുക എന്നുള്ള അവരുടെ തീവ്ര ശ്രമം അല്ലെങ്കിൽ അവരുടെ നിരന്തര പരിശ്രമം അത് ഫലം കണ്ടതിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇത്രയും വലിയ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തിട്ട് തോൽക്കാനുള്ള കാരണമെന്ന് അന്നത്തെ തോൽവി വിലയിരുത്തുമ്പോൾ ഇ.കെ. നായനാർ പറഞ്ഞു വെച്ചത് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടം എടുത്ത് പരിശോധിക്കുമ്പോഴും ഈ വലിയ തോൽവിക്ക് കാരണമായെന്ന് നമുക്ക് വിലയിരുത്താം.